വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ആദ്യ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഇന്ന് നടക്കും. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 64 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഏറ്റെടുത്ത ഭൂമിയിൽ 10 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുകളടങ്ങുന്ന ടൗൺഷിപ്പാണ് സർക്കാർ നിർമ്മിക്കുന്നത്. ക്ലസ്റ്ററുകളായാണ് നിർമ്മാണം. വീടുകൾക്കൊപ്പം മാർക്കറ്റ്, ആരോഗ്യ കേന്ദ്രം, സ്കൂള്, വിനോദ സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടാകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ നിർവഹിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, വയനാട് MP പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 16-അംഗ കമ്മിറ്റിയാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിക്കുക. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിന് അനുമതി നൽകിയിരുന്നു. പിന്നാലെ കോടതി നിർദ്ദേശിച്ച 26 കോടി രൂപയുടെ നഷ്ടപരിഹാരം കോടതിയിൽ സർക്കാർ കെട്ടിവെക്കുകയും ചെയ്തു. ഭൂമി ഏറ്റെടുക്കലിനെതിരെ എൽസ്റ്റൺ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നഷ്ടപരിഹാരം സംബന്ധിച്ച മാനദണ്ഡം അറിയിക്കാനും സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, വയനാട്.